Hi students, today we are going to study the subject Sustainable Engineering and its Module 3 Environmental Management Standards. So the syllabus for this module contains Environmental Management Standards, ISO 14001 2015 framework and its benefits, scope and goal of life cycle analysis, it is also known as LCA, circular economy, biomimicking, environment impact assessment, industrial ecology and industrial symbiosis. The module 3 contains all these topics. So let's see Environmental Management System or EMS. A tool that enables an organization to control impact of its activities, products or services on the natural environment. So this is the basic definition for environmental management system. എന്താണ് ഒരു ടൂളാണ് അല്ലെങ്കിൽ ഇതൊരു മെഷർമെൻ്റ് ആണ് ദാറ്റ് എനേബിൾസ് ഓർഗനൈസേഷൻ ടു കൺട്രോൾ ഇമ്പാക്റ്റ് ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് പ്രോഡക്ട്സ് ഓർ സർവീസസ് ഓൺ ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അവരുടെ എന്ത് സർവീസാണോ അതിൽ നിന്നുണ്ടാകുന്ന നേച്ചറിനുണ്ടാകുന്ന ഇമ്പാക്റ്റിൻ്റെ ഒരു കൺട്രോളിനെ എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളൊരു ടൂളാണ് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, സോ എ ടൂൾ ദാറ്റ് എനേബിൾസ് ആൻ ഓർഗനൈസേഷൻ ടു കൺട്രോൾ ഇമ്പാക്റ്റ് ഓഫ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്, products or services on the natural environment. Okay, so let's see what are the advantages of EMS, that is Environmental Management Standards. Serves as a tool to provide a systematic way of managing an organization environmental affairs. So idadinte definition പറഞ്ഞപ്പോൾ തന്നെയാണ് it's a serves as a tool. Okay, so ഒരു ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റൽ അഫെയർസിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. ഓൾസോ ഇറ്റ് ഫോക്കസസ് ഓൺ കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ സിസ്റ്റം. സോ ആ ഓർഗനൈസേഷൻ്റെ ഒരു എൻറ്റയർ സിസ്റ്റത്തിൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നു. ഇറ്റ് റെസ്ട്രിക്ട്സ് ആൻഡ് റെഗുലേറ്റ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. സോ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ചൂഷണം അതിനെ കുറയ്ക്കുന്നു അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നു. It set targets to reduce the use of energy and water and waste going to landfills. So landfillsലേക്കുള്ള എനർജി, വാട്ടർ ആൻഡ് വേസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു എമൗണ്ട് റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, എവിടെ നിന്നുള്ള വേസ്റ്റുകളാണിത്? ഓർഗനൈസേഷനിൽ നിന്ന് ഈ പറഞ്ഞ ലാൻഡ്ഫിൽസിലേക്ക് പോകുന്ന വേസ്റ്റിൻ്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ ടാർഗറ്റ് ചെയ്യുന്നു. ഓക്കെ, സെറ്റ് environment friendly purchasing procedures. So everything happens, this organization will be environmental friendly. Okay, so let's see, there are 3 primary processes in environmental management system. So first process is core process. So core processes, their outputs and the identification of significant environmental aspects and impact. സോ ഫസ്റ്റ് പ്രൈമറി പ്രോസസ്സ് എന്ന് പറയുന്നത് കോർ പ്രോസസ്സസ് ആണ്. അതെന്താണ്? അതിൻ്റെ ഔട്ട്പുട്ട് എൻവയോൺമെൻറ്റലിൻ്റെ ആസ്പെക്റ്റിലുണ്ടാകുന്ന ഇമ്പാക്ട്സും കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, സോ സെക്കൻഡ് പ്രോസസ് ഈസ് കീ സപ്പോർട്ടിംഗ് പ്രോസസ്സസ് സച്ച് ആസ് ദോസ് ഫോർ മെയിൻറ്റെയിനിങ് അവെയർനെസ് ഓഫ് ലീഗൽ റിക്വയർമെൻറ്റ്സ്, എൻഷുറിംഗ് കോമ്പിറ്റൻസി ഓഫ് എംപ്ലോയീസ്, പ്രൊവൈഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, കമ്മ്യൂണിക്കേറ്റിംഗ് എൻവയോൺമെൻറ്റൽ സ്റ്റാൻഡേർഡ്സ് ഓർ systems, information and monitoring and evaluating environmental performance. Okay, so key supporting പ്രോസസ്സിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ലീഗൽ റിക്വയർമെൻറ്റിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിൻ്റെ അവയർനെസ് അവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സിനെ പറ്റി എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മോണിറ്ററിങ്ങും ഇവാലുവേഷനും ഉണ്ടാവും. എന്തിനെപ്പറ്റി? അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആക്ടിവിറ്റിയുടെ ഒരു മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷനും പെർഫോം ചെയ്യുന്നുണ്ട് കീ സപ്പോർട്ടിംഗ് പ്രോസസ്സിനകത്ത്. ഇനി ആൻഡ് ദ
third primary process is management system supporting processes such as document control, record control and internal auditing. So management supporting system supporting processനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റേഷനും അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഓർഗനൈസേഷൻ്റെ ഓഡിറ്റ് അതിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ എല്ലാത്തിനെ പറ്റി ഒരു റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രോസസ്സുകളാണ് തേർഡ് പ്രോസസ്സ്, അതായത് മാനേജ്മെൻറ്റ് സിസ്റ്റം സപ്പോർട്ടിംഗ് പ്രോസസ്സിനകത്ത് വരുന്നത്. സോ വി നോ ദാറ്റ് വി സ്റ്റഡീഡ് നൗ ദർ ആർ 3 primary processes in EMS. First one is core processes, second one is key supporting processes and the third one is management support system supporting processes. Okay. Now let's see the basic elements of EMS. So let's see what are the elements of EMS. First one is reviewing the organization's environmental goals. Okay, so this is the definition. Analyzing its environmental impacts and legal requirements. It's also true. Setting environmental objectives and targets to reduce environmental impacts and comply with legal requirements. Then establishing problems to meet their objectives and targets. Next one is monitoring and measuring progresses in achieving the objectives. Next, ensuring employees' environmental awareness and competence and reviewing the progress of the environment EMS and making improvements. So, these basis elements are the primary processes advantages in the combination ഒരു ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റൽ ഗോളിനെ പറ്റി അസസ് ചെയ്യുക, അതിന് വേണ്ടുന്ന ലീഗൽ റിക്വയർമെൻറ്റ്, ആ ഒരു എൻവയോൺമെൻറ്റൽ ഗോൾസ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിലുള്ള ഇമ്പാക്ട്സ് എന്താണ്, ഇനി ആ ഓർഗനൈസേഷൻ്റെ ടാർഗറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്, ടാർഗറ്റ് എന്താണ്, പിന്നെ അതുപോലെ അതിൻ്റെയൊക്കെ ഒരു മോണിറ്ററിങ്, പിന്നെ അതുപോലെ എംപ്ലോയീസിനൊക്കെ ഇതിൻ്റെ ഒരു അവയർനെസ് കൊടുക്കുക. സോ ഇതൊക്കെയാണ് EMSൻ്റെ കീ എലമെൻറ്റ്സ് എന്ന്, ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. Next we are going to study the framework. So EMS framework is a cycle. It's a plan, do, check and circle. അല്ലെങ്കിൽ എന്ത് പറയാം, PDCA cycle എന്ന് വേണമെങ്കിൽ പറയാം EMSൻ്റെ framework. So we need to plan and according to plan we have to do, then we have to check, then we have to act. Okay, so ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു പോകും. സോ ഇനി ഇതിൻ്റെ ഓരോ സ്റ്റേജുകളും പ്ലാൻ എന്താണ്, ഡു എന്താണ്, ചെക്ക് എന്താണ്, ആക്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പ്ലാൻ, ഡു, ചെക്ക്, ആക്ട്. സോ പ്ലാൻ means planning, identifying environmental aspects and establishing goals in accordance with the organization environmental policy. Okay, so plan means planning. നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോസസ്സിനെ പറ്റി പ്ലാൻ ചെയ്യുന്നു. ഇനി അതിൻ്റെ ഒരു എല്ലാ ഓർഗനൈസേഷനും എൻവയോൺമെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ട് അത് എൻവയോൺമെൻറ്റിനെ ഹാം ചെയ്യുന്നില്ല, ഇത്രയൊക്കെ പൊല്യൂഷൻ ഉണ്ടാക്കത്തുള്ളൂ എന്നുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സും പോളിസീസും ഉണ്ട്. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഓർഗനൈസേഷൻ്റെ ഗോൾസ് സെറ്റ് ചെയ്യുക, അതാണ് നമ്മൾ പ്ലാനിങ്ങിൽ വരുന്നത്. ഇനി ഡു ചെയ്യുന്ന എന്താ, ഡൂയിൽ എന്താ പറയുന്നത്, ഇംപ്ലിമെൻറ്റ് ദ പ്ലാൻഡ് പ്രോസസ്സസ് വിച്ച് ഇൻക്ലൂഡ്സ് ട്രെയിനിങ് ആൻഡ് ഓപ്പറേഷൻ കൺട്രോൾ. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഡൂയിൽ വരുന്നത്. ദെൻ ചെക്കിൽ എന്താ വരുന്നത്, ചെക്കിങ് ആൻഡ് മോണിറ്ററിങ് ദ കറക്റ്റീവ് ആക്ഷൻസ്. സോ നമ്മൾ പ്ലാൻ ചെയ്ത് ഡൂയിൽ ചെയ്ത കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, നമ്മൾ കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു. ഇനി എന്തെങ്കിലും എററോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റീവ് ആക്ഷൻസ് കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് എന്താണ്, act is reviewing, including progress, reviews and actions to make needed changes which continuously improve performance of the environmental management system. ഇനി നമ്മൾ ഇത്രയും നേരവും ചെയ്തു വന്ന പ്ലാൻ ചെയ്ത് പെർഫോം ചെയ്ത് അതിന് ചെക്ക് ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് അറിയാൻ പറ്റും, ഇനി ഇതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ദോഷമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യും. സോ അതാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദ ഫീഡ്ബാക്സ് ആൻഡ് റിവ്യൂസ് വി നീഡ് ടു ഇമ്പ്രൂവ് ദ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഇറ്റ്സ് പെർഫോമൻസ്. സോ അത് കഴിഞ്ഞിട്ട് എന്താണ്, നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടി. ദെൻ വി നീഡ് ടു പ്ലാൻ അക്കോർഡിംഗ്ലി ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്കിനെ വെച്ചിട്ട് നമ്മൾ പിന്നെയും പ്ലാൻ ചെയ്യും. പിന്നെ ആ പ്ലാൻ ചെയ്ത കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഡൂയിങ് ദാറ്റ്, ദെൻ വി ആർ ചെക്കിങ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫീഡ്ബാക്ക് കിട്ടും. സോ അങ്ങനെ അനുസരിച്ചിട്ട് നമ്മുടെ
ഓർഗനൈസേഷൻ്റെ എൻ്റയർ പ്രോസസ്സിനെ പെർഫോമൻസിനെ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇങ്ങനെ റിപ്പീറ്റ് പോകും. ഇതാണ് പ്ലാൻ ഡു ചെക്ക് ആക്ട് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് സെഷൻ വി സ്റ്റഡീഡ് അബൌട്ട് എൻവയോൺമെൻറ്റൽ മാനേജ് സ്റ്റാൻഡേർഡ്. സോ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, ഇനി അതിനകത്ത് വരുന്ന കീ പ്രോസസ്സസ്, പ്രൈമറി പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, പിന്നെ ഫ്രെയിം വർക്ക് എന്താണെന്ന്, പിന്നെ അതിൻ്റെ ബേസിക് പ്ലാൻ ഡു ചെക്ക് ആക്ട് സൈക്കിളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഓക്കെ, സോ താങ്ക് യു.